ലക്ഷദ്വീപ് യാത്രയുടെ 9ാമത്തെ ഭാഗം. ലക്ഷദ്വീപിലെ ഏറ്റവും ആഴം കൂടിയ കടലിനു മുകളിലൂടെ ബോട്ടിൽ ആടിയുലഞ്ഞ് അമിനിയിൽ നിന്ന് ലക്ഷദ്വീപിൻ്റെ സ്വർഗ്ഗഭൂമിയായ കടമത്ത് ദ്വീപിലേക്ക് ഒരു യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك പോർച്ചുഗീസുകാരുമായി വീരഗാഥ രചിച്ച അമിനി എന്ന കൊച്ചു ദ്വീപിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും നീളം കൂടിയ ദ്വീപും ലക്ഷദ്വീപിൻ്റെ പറുദീസ എന്നും അറിയപ്പെടുന്ന ദ്വീപായ കടമത്ത് ദ്വീപിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇത് അമിനി ദ്വീപിലെ വെസ്റ്റേൺ ജട്ടിയാണ്. ഈ ജട്ടിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ നടുക്കടലിലൂടെ ബോട്ടിൽ യാത്ര പോകുന്നത്. ഈ കാണുന്ന ബോട്ടുകളിലെ ഒരു ബോട്ടിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കടലിൽ നിന്ന് ഇവിടുത്തെ കടലിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പച്ച കളറും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞുണ്ടായ ഈ ഭംഗിയാർന്ന വെളുത്ത മണലുമാണ്. അമിനി ദ്വീപിലെ വിവിധങ്ങളായ കാഴ്ചകളും മക്ബറകളും മറ്റു പൈതൃകങ്ങളുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമിനി ദ്വീപിലെ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് കടമത്ത് ദ്വീപിലേക്കാണ്. അങ്ങനെ നമ്മളിവിടുന്ന് ഈ ബോട്ട് കയറി നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അമിനിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ യാത്ര അയക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല ശാന്തമായിട്ടാണ് ബോട്ട് പോകുന്നതെങ്കിലും പുറംകടലിലേക്ക് കടന്നാലുള്ള അവസ്ഥ ആലോചിച്ചിട്ട് ഹൃദയമിടിപ്പ് കൂടിക്കൂടി വരികയാണ്. തിരമാലകളുടെ താളത്തിനനുസരിച്ച് ബോട്ട് ആടിയുലഞ്ഞുകൊണ്ട് നടുക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ടാസ്ക്കാണ്. നല്ല പേടിയുണ്ട്. അത്യാവശ്യം സ്പീഡിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, നിസ്സാരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ വളരെയധികം ആദിയിലാണുള്ളത്. അത്യാവശ്യം കാറ്റുണ്ട്. അങ്ങനെ നടുക്കടലിലേക്ക് എത്തിയോടുകൂടി ബോട്ട് തിരമാലകൾക്കനുസരിച്ച് ആടിയുലയാൻ തുടങ്ങി. നമ്മൾ ഈ പോകുന്ന ഭാഗം അമിനിയുടെയും കടമത്തിൻ്റെയും ഇടയിലുള്ള ഭാഗം ദ്വീപ് ഭാഗത്തെ അറബിക്കടലിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നന്നായി പേടിയുണ്ടായിരുന്നു. കടൽ അതിൻ്റെ രൗദ്രഭാവം ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ട്. അതിൽ ആ ബോട്ട് കിടന്ന് ആടി ഉലയുന്നത് കാണുമ്പോൾ മനസ്സ് പടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ വെച്ച് നമുക്ക് പറക്കുന്ന മത്സ്യത്തൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടോ. അതുപോലെ തന്നെ ഡോൾഫിന് ഇവിടെ നമുക്ക് ധാരാളം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നടുക്കടലിലുള്ള നല്ല ശക്തമായ തിരമാലകൾ ബോട്ടിൽ തട്ടിയിട്ട് ശരീരത്തിലേക്ക് തഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേടിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ സമാധാനമുള്ള മുഖത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം മനസ്സിന് ശാന്തത കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെയൊക്കെ ഡോൾഫിനെയും പറക്കുന്ന മത്സ്യത്തെയും കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഡോൾഫിന് കാണാവുന്നതാണ്. നമ്മുടെ ബോട്ടിൻ്റെ അടുക്കലൂടെ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വരിവരിയായി മറിഞ്ഞു പോകുന്നത് അങ്ങനെ നമ്മുടെ ബോട്ട് ചാഞ്ഞും ചെരിഞ്ഞും ഉയർന്നും പൊങ്ങിയും നെഞ്ചിനുള്ളിൽ തീ നിറച്ചുകൊണ്ട് നടുക്കടലിലൂടെ കടമത്ത് ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കടമത്ത് ദ്വീപിൻ്റെ ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണാൻ കഴിയും. ഈ അതിമനോഹരമായ കടമത്ത് ദ്വീപ് ലഗൂണ് ധാരാളമുള്ളതും ഒരുപാട് കോറൽസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വാർഫിലേക്ക് കപ്പലുകൾക്കൊന്നും അടുക്കാൻ കഴിയാറില്ല, ബസ്സുകൾ അടുക്കാറില്ല. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ബോട്ടുകളിൽ നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലുകളിൽ ചെന്ന് യാത്രക്കാരെ കൊണ്ടുവിടുകയും അവിടെ നിന്ന് എടുത്ത് കരക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള ബോട്ടുകളിലായിരിക്കും. അത് കടൽ നല്ല റഷുള്ള മൺസൂൺ കാലങ്ങളിലൊക്കെ അതിഭയാനകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള യാത്രയിൽ അനുഭവപ്പെടാറുള്ളത്. ദ്വീപിൽ നിന്ന് പുറംകടലിലേക്ക് എത്തിയാൽ കടൽ നീല കളറാണെങ്കിൽ ഇപ്പോൾ ഏകദേശം പച്ച കളറിനോട് അടുത്തിട്ടുണ്ട്.
ഈ കാണുന്നത് ഉരുവാണ്. ഇതിലാണ് പിന്നെ കപ്പലിൽ നിന്നൊക്കെ ചരക്കുകൾ കൊണ്ടുവന്ന് അത് പിന്നെ ദ്വീപിലേക്ക് അടുപ്പിക്കൽ. ഇവിടെ നമുക്ക് നല്ല പച്ച കളറിലുള്ള വെള്ളം കാണാം. പവിഴപ്പുറ്റുകളും ഒക്കെ നമുക്കിതിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് താഴെയുള്ള പവിഴപ്പുറ്റുകളും മറ്റുള്ള കോറൽസിൻ്റെ ഒക്കെ കാഴ്ചകൾ ഈ തോണിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ കടമത്ത് ദ്വീപിലേക്കാണ് എത്തിയിട്ടുള്ളത്. സ്വീകരിക്കാനുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കടമത്തിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന പലചരക്ക് സാധനങ്ങളാണ് കപ്പലിൽ നിന്ന് ഈ ചെറിയ തോണികളിൽ കയറ്റിയിട്ട് ഇവിടെ കൊടുന്നിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്.